നമുക്ക് ഇന്നൊരു പരിപ്പ് വട തയ്യാറാക്കിയാലോ? അതും തട്ടുകട സ്റ്റൈലിൽ തന്നെ. അതിനു വേണ്ടി നമുക്ക് കുതിർത്ത പരിപ്പ് എടുക്കാവേ. ഇത് കടലപ്പരിപ്പാണ്. ആവശ്യത്തിന് കടലപ്പരിപ്പ് എടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേനും നമുക്കൊരു പാത്രത്തിലിട്ട് മറ്റുള്ള സാധനങ്ങളും നമുക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്പം ഇഞ്ചി, ഇനി കുറച്ച് പച്ചമുളക്, വറ്റൽമുളക്, ഇനി ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാളയും കൂടെ ഇട്ട് ഇനി കുറച്ച് പെരുംജീരകവും, ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും, നമ്മൾ നേരത്തെ കുതിർത്ത പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, ആ കടലപ്പരിപ്പും കൂടെ ആഡ് ചെയ്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ലപോലെ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കിത് കുഴച്ച് കിട്ടും. ഇതുപോലെ ഒരു ബോൾ എടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ നൈസായിട്ടാണ് പരത്തി കൊടുക്കേണ്ടുന്നത്. ഇതുപോലെ പരത്തി നമുക്ക് ഓരോന്നോരോന്ന് മാറ്റി വെക്കും. ഈ സമയം കൊണ്ട് നമ്മളുടെ എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഓരോന്നിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗം നല്ലപോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിതാ കോരിയെടുക്കാവേ. ഈ ഒരു പരുവം എത്തുമ്പോഴാണ് നമ്മളിത് കോരിയെടുക്കുന്നത്. നമുക്കിനി അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാവേ എണ്ണയിലേക്ക്. നല്ല തിളച്ച് കിടക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് മുരിയിച്ചെടുക്കാൻ. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമ്മളുടെ ഈ പരിപ്പ് വടയ്ക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.